മരുമോനിൽ ഒരു ലൈംഗികമായ കാമാർത്തി ഉണ്ടാകുക അമ്മായിമ്മക്ക്, അത് ആരിലാണ് ആ കാമാർത്തി? മകനിൽ. ഇനി ഏത് ലൈംഗികാവയവത്തിലൂടെയാണോ അവൻ പുറത്തു വന്നത്, അതേ ലൈംഗികാവയവത്തിൽ അവൻ വികാരത്തിൽ സമീപിക്കുക. അത് എൻ്റെ സമുദായത്തിന് വരാതെ ലോകാവസാനം വരില്ല. അതായത് ഇത് യൂറോപ്പിൽ പണ്ടേ ഉണ്ട്. അത് ഈ യൂറോപ്യൻ ചിന്താഗതിയും രീതിയും അവർക്ക് പണ്ടേ ദുഹാനാണ്. നേരും നേരുകേടും തിരിച്ചറിയാത്ത ലോകത്തിന് കോണാണ് യൂറോപ്പ്. ഈ ശൈലി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും എന്ന് മുഹമ്മദ് മുസ്തഫ. അന്നല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അപ്പൊ ഉമ്മ സ്വന്തം ഉമ്മയിൽ വികാരത്തോടുകൂടെ നോക്കുക, അമ്മയെ വിഭജിക്കും എന്ന് പുണ്യ റസൂൽ. ഇത് പണ്ടേ യൂറോപ്പിൽ നടക്കുന്ന കാര്യമാണ്. നീ ആ സ്വഭാവം എവിടെ വരും? അറബികൾക്കിടയിൽ വരും, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും. അതാണ് തിരിച്ചറി, അതാണ് ദുഹാന്. അമ്മയാണ് തിരിച്ചറിയാതിരിക്കുക. പെട്രോളിയം വന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് എന്തുണ്ടാവും? പുക. പുക എന്നിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ദുഹാൻ, ഫിസിക്കലി ദുഹാനും വന്നു. ഇനി ഇതിൽ അവസാനിക്കൂല, ഇനി ലോകം അവസാനിക്കുള്ളൂ. ഇപ്പൊ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞതിന് രണ്ട് അർത്ഥമുണ്ടാകാമെന്നാണ് എൻ്റെ വീക്ഷണം. ഒന്ന് ഫിസിക്കലായ ഒരു ഉദയവും, രണ്ട് സ്പിരിച്വലായ ഒരു ഉദയവും. ആ സ്പിരിച്വലായ ഉദയം AD 16-ാം നൂറ്റാണ്ടോടുകൂടെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഭാഷയിൽ ആധുനിക ഖിയാമത്ത് നാൾ 16-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി. നീ ഫിസിക്കലായൊരു ഉദയം അത് ഇലാഹിയായ നിശ്ചയപ്രകാരം നടക്കും. ഏത് കാര്യത്തിനും ലഹുറും പത്തിനും ഉണ്ടാവും, ഉള്ളും പുറം ഉണ്ടാവും. ഇപ്പോൾ ലോകമാകെ പുക നിറയും എന്ന ഹദീസിന്റെ ദുഹാൻ, 10 അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ദുഹാൻ. ഈ ദുഹാന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ദുഹാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് ദുഹാൻ, രണ്ടുമായി തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല എന്താ ദുഹാൻ? നല്ല ഉഷാറാണെങ്കിൽ ഞാൻ പറയുള്ളൂ, എൻ്റെ ചിന്തകളാണിത്, ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടും ക്ലിയർ ആയിരിക്കും. ഒന്ന്, ദുഹാൻ. എന്താ ദുഹാൻ? ദുഹാൻ എന്നാൽ പുക. ലോകാവസാനത്തിൻ്റെ 10 അടയാളത്തിൽപ്പെട്ടതാണ് എന്ത്? ദുഹാൻ. ലോകമാകെ വ്യാപിക്കുന്ന ഒരു പുക. ഈ പുക എന്താ? ഈ പുകക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പുക, ഫിസിക്കലായ പുക തന്നെ. രണ്ട്, സ്പിരിച്വലായ ഒരു ആശയം. പുക വന്നാൽ എന്താ ഉണ്ടാവുക? അവ്യക്തത, തിരിച്ചറിയായ്മ. ഒരു പുക മൂടിയാൽ അവിടെ നിൽക്കുന്നത് മനുഷ്യനാണോ ആനയാണോ എന്താണ്, അത് പൊന്തക്കാടാണോ നമുക്ക് തിരിയുന്നില്ല. പുക നീങ്ങിയാലേ അറിയുള്ളൂ. മിസ്റ്റ് വന്ന് മൂടി, അല്ല കോടമഞ്ഞ്, നമുക്ക് മനസ്സിലാവില്ല. ഫ്രോഗ് ലൈറ്റ് ഇട്ട് പോകും നമ്മൾ, എന്താ പറയുക, കാട്ടിൻ്റെ ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ. കാരണം കണ്ണിൽ കുത്തും, അടുത്തെത്തിയാൽ പോലും ആനയെ കാണൂല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഇതാണല്ലോ അതിൻ്റെ സ്പിരിച്വൽ മീനിങ്. ഇത് വന്നു യൂറോപ്യൻ റെനൈസൻസോട് കൂടെ. യൂറോപ്യൻ റെനൈസൻസ് വരുന്നത് 16-ാം നൂറ്റാണ്ട് മുതലാണ്. ആരാ യൂറോപ്പ് പരമകോടിയിൽ തള്ളപ്പെട്ടു മുത്തുനബി വന്നതോടുകൂടെ. ഇതൊക്കെ സത്യമാണ്. നിങ്ങൾ എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കി, 1 വട്ടമല്ല 10 വട്ടം വായിക്കി. അത് വായിക്കൽ സകല മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. അതിന് പകരം ഒരു പുസ്തകം ഇപ്പോൾ ഇല്ല. ഏത് പുസ്തകം ഇറങ്ങിയാലും ആ പുസ്തകത്തിന് വരാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വസ്തുതകൾ ബോധ്യപ്പെടും. എന്താണ് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ ഏറ്റവും തകർക്കപ്പെട്ടത് ഏതാണ്? യൂറോപ്പ്. എന്തിനാ യൂറോപ്പിനെ തകർക്കുന്നത്? എല്ലാ അമ്പിയാക്കൾക്ക് എതിരും പ്രവർത്തിച്ചത് യൂറോപ്പാണ്. സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിയയിലെ ബാബിലോണിയയിലെ ബിംബങ്ങളുടെ കൂടാരത്തിൽ കയറിയിട്ട് ചെറിയ ബിംബങ്ങളെയെല്ലാം തകർത്തിട്ട് വലിയ ബിംബത്തിൻ്റെ കഴുത്തിൽ കോടാലി വെച്ചു. ഏതാ വലിയ ബിംബം? എന്താണത്? ഒന്ന് പഠിച്ചാൽ, ഈ പാട്ടൊക്കെ പാടി നടക്കുന്നവരോ അതൊന്ന് പഠിച്ചാൽ എന്താ? ഞാനത് പഠിച്ചിട്ടുണ്ട്. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ കൃത്യമായി, വളരെ കൃത്യമാക്കിയിട്ടുണ്ട്. അതാരാ? അത് മർഡ്യൂക്കാണ്. ആരാ മർഡ്യൂക്ക്? സ്യൂസ്. ആരാ സ്യൂസ്? യൂറോപ്പിലെ കിങ് ഓഫ് ഗോഡ്സ്.
യൂറോപ്പിലെ കിങ് ഓഫ് ഗോഡ്സ് ആയ സ്യൂസ് ബാബിലോൺ എത്തിയപ്പോൾ എന്തായി? ഇറാഖിൽ ബാബിലോണിയയിൽ എത്തിയപ്പോൾ എന്തായത്? മർദ്യൂക്കായി. അത് മക്കയിലെത്തിയപ്പോൾ ഹുബാലായി. ഒറ്റാളാണത് സ്യൂസ്. സ്യൂസിനെ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഒളിച്ചു കടത്തിയ വൻകരയാണ് ഏത്? യൂറോപ്പ്. എന്താണ് യൂറോപ്പിന്റെ പുതിയ രീതി? മനസ്സിലായില്ല. യൂറോപ്പിന്റെ പുതിയ, അതായത് ഒരേ സമയം ഹോമോസെക്ഷലാണ് സ്യൂസ്, അതേ സമയത്ത് സ്ത്രീലംബടനുമാണ് സ്യൂസ്. ഇത് രണ്ടും ആരുടെ ശൈലിയാണ്? യൂറോപ്പിന്റെ. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹോമോസെക്ഷാലിറ്റി ഒരു കുറ്റകരമല്ല. എന്തുകൊണ്ട്? അവരേറെ ആദരിക്കുന്ന അവരുടെ ദൈവമാണ് ആര്? സ്യൂസ്. സ്യൂസ് ഹോമോസെക്ഷലാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? അയ്യോ, യൂറോപ്പിൽ ഹോമോസെക്ഷാലിറ്റി ഒരു തെറ്റല്ല. പാടുമറിച്ചു. നൂറ്റാണ്ടുകൾ അനവധി അത് കുറ്റമാണ്, അത് മാനസിക രോഗമാണെന്ന് പറഞ്ഞ യൂറോപ്പ് പിൽക്കാലഘട്ടത്തിൽ മാറ്റിമറിച്ചു. ഇപ്പോൾ അത് ഒരു രീതിയാണ്. AD 1989 AD 1987 അതിനെതിരെയുള്ള എല്ലാ പ്രമാണങ്ങളെയും യൂറോപ്പ് എടുത്തു കളഞ്ഞു 1987. അപ്പോൾ ഹോമോസെക്ഷാലിറ്റി അതുവരെ മാനസിക രോഗമായി സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ വരുന്ന കാലഘട്ടത്തിൽ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയും തുടക്കത്തിൽ അതിനെതിരെയൊക്കെയുള്ള ധാരാളം ക്ലിനിക്കുകൾ യൂറോപ്പിലുണ്ടായിട്ടുണ്ട്, ഹോമോസെക്ഷാലിറ്റിയെ ചികിത്സിപ്പിക്കാവുന്ന. ഇപ്പോൾ അങ്ങനെ ഒരു രോഗത്തെ ഏത് രാജ്യത്തും ഇല്ല, നിയമപരമാക്കി. അതായത് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൽ നിയമവിധേയമാണ്. ഒരു ആണിനെ കല്യാണം, അത് നമ്മുടെ നാട്ടിലും ഫലത്തിൽ വന്നു. ഒരു കാലത്ത് ഇതെന്താണ്? രോഗമാണ്. അപ്പം ഇപ്പൊ വെളിയിലേക്ക് വന്നു യൂറോപ്പ്. അതാണ് എന്ത്? തുലു അശംസ് മിൻ മഗ്രിബിഹ, കിഴക്കുള്ള സൂര്യനും പടിഞ്ഞാറിൽ ഉദിച്ചതായി. ഈ പറയുന്ന പടിഞ്ഞാറ് സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അത് മനസ്സിലാക്കിയിടത്തോളം എന്താണെന്നറിയോ? അതെന്താണ് ഈ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു എന്താ പറയുക, റൈസ് ഓഫ് വിസ്ഡമാണ്. ഈ റൈസ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് യൂറോപ്പിന്റെ വിസ്ഡം കിഴക്കിൻ്റെയും വിസ്ഡമായി മാറുക. എല്ലാ ചിന്താഗതികളെയും യൂറോപ്പ് വിഴുങ്ങുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഭാരതം കണ്ട വലിയ വലിയ തത്വശാസ്ത്രജ്ഞരുണ്ട്. അവരെ പറ്റി പഠിക്കുന്നത് തന്നെ ഒരു ഐറ്റം പോലെയാണ് ഭാരതീയർക്ക്. അതേ സമയത്ത് യൂറോപ്യൻ ചിന്തകരെ പഠിക്കുകയാണ് നമ്മളെ കുട്ടികൾ. ഇപ്പൊ ഒരു അറബ് ചിന്തകനെ 2ാം നമ്പർ ആയിട്ടേ നമ്മളെ കുട്ടികൾ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ അറബ് ചിന്തകൻ മഹാനാണെന്ന് യൂറോപ്യർ പറയണം. തിരിഞ്ഞില്ല. നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഇമാം ഗസാലിയെ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇമാം ഗസാലി വലിയ മഹാനാണെന്ന് യൂറോപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികൾ ആരെ പഠിക്കുന്നു? ഗസാലി പഠിക്കുന്നു. യൂറോപ്പിലൂടെ പഠിക്കാണ്. ഗസാലി വലിയ എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ മൂല്യന്മാരെന്നെ സ്റ്റേജ് മക്കാരി പറയാണ് മുഹമ്മദ് നബി മഹാനാണ് എന്ന് ബർണാൻഷ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല മറ്റേ ഇത് അറ്റസ്റ്റ് ചെയ്യുന്ന പേപ്പർ കൊടുത്തത് ബർണാൻഷനെ. നമ്മൾ ഭയന്ന് പറയാണ്. വലിയ ബാലം തലയെ കെട്ടി കാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുന്ന ആൾ അടുത്ത വാക്ക് പറയുന്നത് നബിദിനയോത്തിന് എന്താ പറയുന്നത്? മുഹമ്മദ് നബി മഹാനാണെന്ന് ബർണാൻഷ പറഞ്ഞിട്ടുണ്ട്. തിരക്കില്ലല്ലോ. ബർണാൻഷ മഹാനാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. എന്നാലും മുഹമ്മദ് നബി മഹാനാണെന്ന് അംഗീകരിക്കും. ഇതുണ്ട്. ബർണാൻഷ മഹാനാണെന്ന് എന്നോട് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങൾ കയറിയിറങ്ങും എന്ന് നബി പറഞ്ഞത്. അതാണ് ഉടുമ്പിന്റെ മാളം. യൂറോപ്യൻ എഡ്യൂക്കേഷൻ എന്നാൽ അത് ഉടുമ്പിന്റെ മാളം. ആ ഉടുമ്പിന്റെ മാളത്തിൽ നിന്നിട്ട് നമ്മളെ പണ്ഡിതന്മാരൊക്കെ കയറി കഴിഞ്ഞു. അപ്പോൾ റൈസ് ഓഫ് എന്താ പറയാ, ഒരു പടിഞ്ഞാറൻ റൈസ്, അവരുടെ ഒരു എന്താ പറയാ, ഒരു യൂറോപ്യനൈസേഷൻ സത്യത്തിൽ അവിടെ വന്നു കഴിഞ്ഞു. ഒരു വെസ്റ്റേണിക് വിസ്ഡം, അതാണ് അതിൻ്റെ ഒരു റൈസ്, അതിൻ്റെ ഒരു ഉയർച്ച. അതെന്നാ വരുന്നത്? അത് റെനേസൻസോട് കൂടെ വന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വന്നു. അത് മെല്ലെ ആക്രമിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് അവിടെ ഇരുന്നാൽ മതി. നമ്മളൊക്കെ തന്നെ ആരായി മാറി? അവരായി മാറി.
യൂറോപ്പായി മാറി. നമ്മളെ ചിന്തകളും രീതികളും എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെയായി. അപ്പൊ ഇതാണ് ഈ പറയുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അവരെ അഗണ്യകോടിയിലേക്ക് എറിയപ്പെട്ടു. പിന്നെ അവർ ഈ ഇരുളാട്ടഞ്ഞ് കിടന്നു. 16-ാം നൂറ്റാണ്ട് വരെ. 6-ാം നൂറ്റാണ്ടിൽ മുത്തുനബി ജനിച്ചു. 16-ാം നൂറ്റാണ്ട് വരെ ഇരുളടഞ്ഞ് കിടന്നു. ഏത്? യൂറോപ്പ്. മുഹമ്മദ് മുസ്തഫ എവിടെയും പോകണ്ട, അവിടുന്ന് നിങ്ങൾ എണീറ്റ് നിന്നപ്പോഴത്തേക്കും യൂറോപ്പിൽ ഇരുൾ മുറ്റി. ഡാർക്ക് ഏജ് ഓഫ് യൂറോപ്പ്. അതെന്താണ്? അത് ഈ 1000 വർഷം. ആ 1000 വർഷം ലോകത്തെ ആര് നിയന്ത്രിച്ചു? മുസ്ലിങ്ങൾ നിയന്ത്രിച്ചു. ലോകം മുഴുവൻ മുസ്ലിങ്ങൾ നിയന്ത്രിച്ചു 1000 വർഷം. അതിനുശേഷം മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുകയും ക്ഷയിക്കുകയും ചെയ്തു. ആ ക്ഷയത്തിൽ നിന്ന് വീണ്ടും ഉദയം വന്നു. എന്ത്? അത് വെസ്റ്റേൺ റൈസ്. അതാണ് ഫസ്റ്റ് വെർഷൻ. അതിന് സെക്കൻഡ് വെർഷൻ ഇനി വരാനുണ്ട്. ഇനി രണ്ടാമത്തെ ദുഹാന്. എന്താ ദുഹാന്? തിരിച്ചറിയായ്മ. യൂറോപ്പിന്റെ റെനേസൻസ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ശുദ്ധമായി എല്ലാവർക്കും തിരിഞ്ഞിരുന്ന പല കാര്യം പിൻതലമുറക്ക് തിരിയാതെയായി. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നമ്മളെ തിരിയില്ല. എന്നാൽ അറബിക്ക് അറബിയെ തിരിയില്ല, അറബിക്ക് യൂറോപ്പിന് തിരിയും. ഇപ്പൊ ട്രഡീഷണൽ അറബിക് തോട്ട്സ് അറിയാത്ത അറബിക്കും യൂറോപ്യൻ തോട്ട്സ് അറിയും. ട്രഡീഷണൽ അറബിക് ചിന്തകളിൽ സ്വാധീനപ്പെടാത്ത ഒരു അറബിയും ഏത് ചിന്തയിൽ സ്വാധീനപ്പെടുന്നുണ്ട്? യൂറോപ്യൻ ചിന്തയിൽ. അതാണ് പടിഞ്ഞാറ് സൂര്യോദിക്കൽ. നമുക്ക് തിരിച്ചറിയാതെയായി. അപ്പൊ ദുഹാൻ വന്നു. എന്നാ ദുഹാൻ വരുന്നത്? 16-ാം നൂറ്റാണ്ടിൽ ദുഹാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിൽ ദുഹാൻ വന്നു കഴിഞ്ഞു. 1-2 മഹായുദ്ധങ്ങൾ വന്നപ്പോൾ പൂർണ്ണമായ ദുഹാൻ എവിടെ വന്നു? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നു. ദുഹാനാണ്. തിരിച്ചറിവില്ല. അതിന് കൂടും. ഇനിയിപ്പോ ഒന്നും തിരിച്ചറിയാതെയാവും. തിരിച്ചറിയില്ല. ഇനി ഒന്നും തിരിച്ചറിയില്ല. സ്വന്തം അമ്മയെ തിരിച്ചറിയില്ല. അമ്മയെ വിഭജിക്കും എന്ന് പുണ്യ റസൂൽ. ഇത് പണ്ടേ യൂറോപ്പിൽ നടക്കുന്ന കാര്യമാണ്. ഇനി ആ സ്വഭാവം എവിടെ വരും? അറബികൾക്കിടയിൽ വരും, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരും. അതാണ് തിരിച്ചറി. അതാണ് ദുഹാന്. അമ്മയാണ് തിരിച്ചറിയാതിരിക്കുക. അമ്മയ്ക്ക് അതേ ഈക്വലാണ് അമ്മായിമ്മ. അമ്മ തന്നെയാണ് ആര്? പറയ കുട്ടി, അമ്മ തന്നെയാണ് അമ്മായിമ്മ. ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ അമ്മ. പവിത്രമായ മാതാവിന്റെ പാൽപാദം പോലെ വിചാരിക്കപ്പെട്ടിരുന്ന അമ്മയുടെ ഭാര്യയുടെ അമ്മ. അവർക്ക് അവരുടെ പവിത്രത വലിയ പവിത്രതയാണ്. എത്രത്തോളം എന്ന ഭാര്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പോലും ഈ അമ്മയോടുള്ള ബന്ധം നിലനിർത്തിയിരുന്നു നൂറ്റാണ്ടുകൾ, നമ്മുടെ തലമുറകൾ, ആയിരക്കണക്കായ വർഷങ്ങൾ. അതായത് ഭാര്യയെ ഒഴിവാക്കി, എന്നാലും ആ അമ്മയെ നിലനിർത്തും. അത് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. ഈ ബന്ധം നീ ഒഴിവാവില്ല. ആരുമായുള്ള ബന്ധം. ഭാര്യയെ നിനക്ക് ഒഴിവാക്കാം, ആരും ഒഴിവാക്കാൻ പറ്റൂല. അമ്മായിമാരെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അതാരാണ്? എൻ്റെ ഉമ്മയാണ്. അതിനെ എനിക്ക് കെട്ടാൻ പറ്റൂല. ഒരു മതത്തിലും കല്യാണമില്ല. ഭാര്യയുടെ അമ്മയെ ഭാര്യ ഒഴിവാക്കിയാൽ പോലും ഹിന്ദു മതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല, ക്രിസ്തു മതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല, ജൂതമതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല, ഇസ്ലാമിൽ ഒരിക്കലും പറ്റൂല. അതേ സമയത്ത് ഈ ശൈലി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യമാണ്, രാഷ്ട്രമാണ് ഇത് യൂറോപ്പ്. യൂറോപ്പിൽ പണ്ടേ തിരിച്ചറിവില്ല. ഇപ്പോൾ അമ്മായിമ്മയെ വ്യഭിചരിക്കുന്നത് സർവ്വസാധാരണമാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. സർവ്വസാധാരണം. 100-ൽ 1 കേസ്. ഇനി 100-ൽ 1 50-ൽ 1 50-ൽ ഒരു മരുമോനും അമ്മായിമ്മയെ വ്യഭിചരിക്കും. പിന്നെ അത് 10-ൽ 1 ആ സമയത്ത് സ്വന്തം അമ്മയും വിചരിക്കും. അപ്പം അമ്മായിമ്മ ഇപ്പം തിരിച്ചറിവില്ല. അമ്മായിമ്മയാണ് സുന്ദരിയെങ്കിൽ ഭാര്യയേക്കാൾ അമ്മായിമ്മയെ കൊണ്ടു നടക്കുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത് യൂറോപ്യൻ ശൈലിയാണ്. ഇത് തിരിച്ചറിവില്ലായ്മയാണ്. ഇതാണ് ദുഹാന്. മനസ്സിലായില്ല? ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുക. ഉമ്മയെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെടുക. വാപ്പയാണ് തിരിച്ചറിവ് നഷ്ടപ്പെടുക. വാപ്പാക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ട മകളെ ഭാര്യയെ പോലെ കാണുക. ഇത് ദുഹാനാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? എത്ര കേസുകൾ അങ്ങനെ, എത്ര കേസുകളാണ് അങ്ങനെ. മരുമോനിൽ ഒരു ലൈംഗികമായ കാമാർത്തി ഉണ്ടാകുക അമ്മായിമ്മക്ക്.
അത് ആരിലാണ് ആ കാമാർത്തി? മകനിൽ. ഇനി ഏത് ലൈംഗികാവയവത്തിലൂടെയാണോ അവൻ പുറത്തു വന്നത് അതേ ലൈംഗികാവയവത്തിൽ അവൻ വികാരത്തിൽ സമീപിക്കുക. അത് എൻ്റെ സമുദായത്തിനും വരാതെ ലോകാവസാനം വരൂല. അതായത് ഇത് യൂറോപ്പിൽ പണ്ടേ ഉണ്ട്. അത് ഈ യൂറോപ്യൻ ചിന്താഗതിയും രീതിയും അവർക്ക് പണ്ടേ ദുഹാനാണ്. നേരും നേരുകേടും തിരിച്ചറിയാത്ത ലോകത്തൊരു കോണാണ് യൂറോപ്പ്. ഈ ശൈലി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും എന്ന് മുഹമ്മദ് മുസ്തഫ. അന്നല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അപ്പൊ സ്വന്തം ഉമ്മയിൽ വികാരത്തോടുകൂടെ നോക്കുക. തൻ്റെ ഇംഗീതത്തിന് ഉമ്മ എന്ന് വഴിപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ഉമ്മയെ പ്രാപിക്കുക, അമ്മായിമ്മയല്ല. മനസ്സിലായില്ലേ? സ്വന്തം മാതാവിൽ ലൈംഗിക ചേട്ടയിൽ വികാരം ഉണരുക. ഇതെന്തിൻ്റെ അടയാളാണ്? മിൻ അലാമത്തി സാ. 1984 ഒരു പ്രഭാതത്തിൽ സുബഹ നിസ്കാരം കഴിഞ്ഞ് കോടങ്ങാട് പള്ളിയിൽ ഇരുന്ന ഹദീസ് എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ ഞങ്ങൾക്ക് ഓതി തന്നു. 1984. അങ്ങനെ ഈ ഹദീസ് കേട്ടപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഉസ്താദ് പോയി, ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് പോയി. പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് ഈ അത്ഭുതത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ, ഈ ഹദീസൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുമല്ലോ, എന്താണ് ഈ പറയുന്നത്? ഒരു കാലം വരും, ആ കാലത്ത് സ്വന്തം ഉമ്മയെ മയത്തി ഉമ്മഹു ഷഹുവത്ത് കൊണ്ട് വികാരത്തോടു കൂടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ ഉമ്മയെ സമീപിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂൽ പറയല്ലേ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ അതെന്താ ഒരു അങ്ങനെയാണല്ലോ, ചില സമയത്ത് നമ്മളെ ബുദ്ധി തളർന്നു, നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ കൂടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്, അതിനൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും. അപ്പോൾ കൂട്ടത്തിൽ പഠിക്കുന്ന വെങ്ങാട്ടുകാരനായ മുതിർന്ന ഒരാൾ പറഞ്ഞു, ഒരു 50 കൊല്ലെങ്കിലും. അതായത് ഉമ്മയുടെ അടുത്തേക്ക് വികാരത്തോടു കൂടെ സമീപിക്കുന്ന മക്കൾ പുറത്തു വരണമെങ്കിൽ എത്ര? 500 കൊല്ലം. 50 കൊല്ലമല്ല, 500 കൊല്ലം. ഒരു 500 കൊല്ലമെങ്കിലും ഉണ്ടാവുന്ന ആ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു. അപ്പം നമ്മളും ഏകദേശം അങ്ങനെ തന്നെയായി. ഒരു 500 കൊല്ലമൊക്കെ ഏതായാലും നമ്മളെ കാലത്തൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇതിപ്പോൾ 2025. ഇതിനിടയിൽ ഈ കേസ് ഞാൻ 100 കണക്കിന് കേട്ടിട്ടുണ്ട്. ഒരു പ്രഭാഷണ മധ്യേ, കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണ മധ്യേ ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന മഹല്ല് ഖാലി, ആ പ്രഭാഷണത്തിനുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു അവസ്ഥാന്തരം സംഭവിക്കുക. അങ്ങനെയുണ്ട്. ആ ഖാലി സൗഹൂദം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഖാലി എണീറ്റിൽ പറഞ്ഞു, ഈ മഹല്ലിൽ ഇങ്ങനത്തെ 6 കേസോളം ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 10 കൊല്ലത്തിലേറെ മറ്റോ ആയിട്ടുണ്ട് അവരൊക്കെ. അപ്പം അയാൾ ഈ പ്രഭാഷകൻ ഈ ഹദീസാ പറയുന്നത്, ഈ ഒരു കാലം വരും, ആ കാലത്ത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്ന ജനത ഉണ്ടാവും, വ്യക്തികളുണ്ടാവും എന്ന് പറയുമ്പോൾ മഹല്ല് ഖാലി എണീറ്റിട്ട് പറഞ്ഞു, അങ്ങനത്തെ 6 കേസുകൾ ഈ മഹല്ലിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മഹല്ലിൽ. എവിടെ വെച്ചാ പറയുന്നത്? പള്ളിയിൽ. ആരാ പറയുന്നത്? ഖാലി. ഇത് എവിടുത്തെ ശൈലിയാ? ഇത് യൂറോപ്യൻ ശൈലിയാണ്. അതാണ് ദുഹാന്. ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയുക. ഈ ദുഹാൻ നേരത്തെ തന്നെ യൂറോപ്പിലുണ്ട്. ഇത് നമുക്കും വരിക. ഉമ്മയെന്ന് തിരിച്ചറിയാതിരിക്കുക. മരുമോളാന്ന് അമ്മോശാക്കാക്കി തിരിച്ചറിയാതിരിക്കുക. മരുമോൾ മോളാണ്. ഭർത്താവ് കെട്ടിയാൽ ഭർത്താവ് തൊട്ടാൽ ഉള്ളു മുറിയും, ഫിഖഹിന്റെ ഒരു വീക്ഷണം അനുസരിച്ച്. മനസ്സിലായോ പറഞ്ഞത്? അതേസമയത്ത് മരുമോൾ തൊട്ടാൽ ഉള്ളൂറില്ല. കാരണം അത് കെട്ടൽ ഹറാമായതാണ്. മകൻ കെട്ടിപ്പോയി. എങ്ങനെയുണ്ട്? ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവുക. അത് ദുഹാനാണ്. പിന്നെ ഇപ്പോൾ ഫിസിക്കലി ദുഹാനം വന്നു കഴിഞ്ഞു. ഉദാഹരണം പറയാം, ദുഹാൻ പറയുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഒരു പുക ഇങ്ങനെയാണ് പൊന്തിയിട്ട് ഇങ്ങനെയാണ് വ്യാപി. അങ്ങനെയല്ല പൊല്യൂഷൻ. പഴയ കാലത്ത് വാഹനങ്ങളിൽ നിന്ന് പുകയില്ല. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വന്ന വാഹനങ്ങളിൽ നിന്ന് എന്തുണ്ടാവും? പുക ഉണ്ടാവും. തിരിഞ്ഞിട്ടില്ല. പഴയ കാലത്ത് കുതിരയും കഴുതയും കുതിര, കഴുത, കോവർ കഴുത, ഇതൊക്കെ നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വാഹനങ്ങളാണ്. ഇന്ന് പുക ഉണ്ടാവില്ല. അതേസമയത്ത് 20-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് വന്നു? പെട്രോളിയം വന്നു. പെട്രോളിയം വന്നപ്പോൾ പുക വന്നു. മലപ്പുറം ജില്ലയിൽ ഒരു കാറ് മാത്രം ഉണ്ടായൊരു കാലുണ്ട്. ഇന്ന് ഒരു വീട്ടിൽ ഒരു കാറേ ഉള്ളൂ പറഞ്ഞാൽ അതൊരു മോശത്തിലാണ്. പോകാൻ ആളില്ലെങ്കിൽ ഒരു 4 കാറെങ്കിലും നമ്മളെ നിർത്തിടും.
മനസ്സിലായില്ല. വീട്ടിൽ ഒരാൾക്കും ഡ്രൈവിംഗ് അറിയില്ല, എന്നാലും 4 കാർ അവിടെ നിർത്തി. എന്തുകൊണ്ട്? ആകെ ഒരു ഇതാളെ അവിടെ നിന്ന് പോകാനുള്ളൂ, 4 കാറുണ്ടാവും. പറഞ്ഞ് മനസ്സിലായില്ല. നോക്ക് ഇതിനൊക്കെ പെട്രോൾ വേണം. അപ്പൊ ഈ പെട്രോളിൽ വരുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് എന്തുണ്ടാവും? പുക ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ദുഹാൻ, ഫിസിക്കലി ദുഹാനും വന്നു. നേരത്തെ എന്ത് നിലനിർത്തിക്കൊണ്ട്, സ്പിരിച്വലി ദുഹാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തും വന്നു, ഫിസിക്കൽ ദുഹാൻ. ഇനി ഇതില്ല, അവസാനിക്കൂല. ഇനിത് അവസാനിക്കൂല, ഇനി ലോകം അവസാനിക്കുള്ളൂ. ദാബത്തുല്ലാർന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ദാബത്തുല്ലാർന്നുമായി ബന്ധമുണ്ട് ഈ പറഞ്ഞതിനൊക്കെ. ദുഹാൻ വന്നിട്ടേ ദാബത്തുല്ലാർന്ന് വരുള്ളൂ. ദാബത്തുല്ലാർ ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വീക്ഷണം. ഞാനത് പുറത്തു പറയാത്ത ഞൈമ പക്കണം കൂടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ദാബത്തുല്ലാർത്തിനെ തിരിച്ചറിയായ്മ ദുഹാൻ കൊണ്ട് നമുക്ക് വന്നതുകൊണ്ട് നമുക്ക് തിരിച്ചറിയില്ല. ദാബത്തുല്ലാർന്നൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ദാബത്തുല്ലാർ വന്നിട്ടുണ്ടെന്നാണ്. ദാബത്തുല്ലാർത്തൊക്കെ മനുഷ്യ സൃഷ്ടിയാണ്, ഒക്കെ മനുഷ്യ സൃഷ്ടിയാണ് എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പിന്നെ എൻ്റെ വീക്ഷണം തന്നെ ശരിയായിക്കോണമെന്ന് വാശിയൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് പുറത്തു പറഞ്ഞാൽ ഇമ്മ ഒരു വർത്തനം ഉണ്ടാണ്ടാന്ന് വിചാരിച്ചു. എന്ത് പറഞ്ഞാലും വർത്തനം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഭൗതിക ഭിക്ഷാന്തേഹികൾ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് യൂറോപ്പാണല്ലോ മൂത്താപ്പ, അതുകൊണ്ട് അവരെ എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു തലയിൽ കെട്ടിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഹക്കുബാത്തിൽ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാം. നമ്മൾക്ക് പള്ളി ഉണ്ടാക്കാൻ പൈസ തരുന്നവർ തന്നെയാണ് ഇസ്രായേലിന് പൈസ കൊടുക്കുന്നത്. നമുക്ക് അറബി കോളേജിലേക്ക് അരി വാങ്ങാനുള്ള പൈസ തരുന്ന ആളുകൾ തന്നെ അപ്പുറത്ത് ഇസ്രായേലിന് പൈസ കൊടുക്കണം. ഈ കണക്കിനെ കളി നമുക്ക് 1 2 2 2 3 3 നമുക്ക് എത്ര ആയിട്ട് എന്താവണില്ല, മനസ്സിലാവണില്ല. നമ്മളെ കണക്ക് എത്ര കൂട്ടിയിട്ട് ഗുണിച്ചിട്ടും 1 2 2 2 4 3 2 6 നമ്മളെങ്ങനെ കൂട്ടി ഗുണിച്ചടിച്ചിട്ടും നമുക്ക് ഈ കണക്കിലെ കളി മനസ്സിലാക്കണില്ല. അതൊരു ദുഹാനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ, അറബ് രാജ്യങ്ങളാണ് ഇതിൻ്റെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ അന്ന് ഓനമാരെന്ന് പുറത്താക്കും. ആരൊക്കെ പുറത്താക്കും? നിങ്ങൾ ഏത് സംഘടനയാണോ ആ സംഘടന പുറത്താക്കും. ഏത് സംഘടനയാണെന്ന് പറയണ്ട. നിങ്ങൾ SDP ആണെങ്കിൽ ഓല് പുറത്താക്കും, നിങ്ങൾ SYS ആണെങ്കിൽ ഓല് പുറത്താക്കും. കാരണം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നത്. ഞാൻ അവരെ കുറ്റമല്ല പറയണത്, അവർക്ക് ദുഹാൻ ബാധിച്ചു പോയതാണ്. കുറ്റമല്ല, ആരെ കുറ്റം പറയണ്ട. നിങ്ങൾക്ക് കുറ്റായി തോന്നുന്നത്. ഞാൻ കുറ്റം പറയല്ല, നിങ്ങൾക്ക് കുറ്റായി തോന്നുകയാണ്. ഞാൻ അത് കുറ്റം പറയല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. അവരും ദുഹാനിൽ പെട്ടുപോയി. നിങ്ങൾ ദുഹാനിൽ ഏതായാലും പെട്ടുപോയി. ഇത്രയും വലിയ താടിയും തലയൊക്കെ ഇട്ടുള്ള ആളല്ലേ ഞാൻ അതിനെ എതിർക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെങ്ങനെ എതിർക്കണത്? നിങ്ങൾ എതിർത്തോട്ട് കാര്യമല്ല. നിങ്ങൾ എതിർത്ത് എന്താ കാര്യം? അപ്പോൾ എന്തായി? തിന്മയുടെ അജ്ഞാനവർത്തികളായി എല്ലാവരും മാറി. വഹും യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയും. അവർ ഖുർആൻ ഓതുന്നുണ്ട്, എന്നാൽ അവരെ തൊണ്ടക്കുഴിക്ക് താഴെ ഇറങ്ങുന്നില്ല. സത്യമാണ്. ഇപ്പം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ് എന്ത്? ബൽ തുഅ്തിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ സുഹഫി ഇബ്രാഹിം വ മൂസ. രണ്ടാളെ പറയാനുള്ള കാരണം എന്താ? ഒരാൾ ഏടിൻ്റെ അവസാനമാണ്, ഒരാൾ വേദത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ വേദങ്ങളിലും ഏടുകളിലും എന്ന് പറയാതെ പറയാണ് അവിടെ ഖുർആൻ ചെയ്യുന്നത്. തിന്നില്ല. സുഹഫി ഇബ്രാഹിം മൂസ, ഇബ്രാഹിം നബി മൂസ നബി മാത്രമേ ഇപ്പോൾ നബി ആയിട്ടുള്ളൂ. സുഹഫി ഇബ്രാഹിം മൂസ, മനസ്സിലായില്ല? സുഹഫി ഇബ്രാഹിം മൂസ. ഇബ്രാഹിം മദർ പള്ളി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പിന്നെ എന്നും മൗലിദ് തോന്നുമ്പം അവിടെ ഉള്ള ഒരു ഫലിതാണ്. ഒരുത്തന് തോന്നി ഇബ്രാഹിമിനെ എങ്ങാനും മാറ്റിയാൽ പിന്നെ ഇത് മാറും. അങ്ങനെ മെയ്ദിങ് ആക്കാൻ പ്രസിഡന്റാക്കി. മെയ്ദിൻ്റെ ഒരാൾ പിറ്റേ താഴ്ച മൗലിയർ എന്തെന്നെ ഓതുന്നത് സുഹഫി ഇബ്രാഹിം ഫലിതുണ്ട്. പള്ളി പ്രസിഡന്റ് ഇബ്രാഹിം ഒക്കെ മാറി, എന്നിട്ട് മോദിയുടെ വോട്ട് മാറിയില്ലല്ലോ എന്നുള്ള ഇതങ്ങനത്തെ. എന്താ ഈ ഇബ്രാഹിം മൂസ? ഏടിന്റെ അവസാനമാണ് ഇബ്രാഹിം. വേദത്തിന്റെ തുടക്കമാണ് ആര്? മൂസ, സയ്യിദുനാ മൂസ.
അപ്പൊ വേദങ്ങളിലും ഏടുകളിലുമെല്ലാം ഒരൊറ്റ ആശയമാണ് അടിസ്ഥാനം. എന്ത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ശരി, ഇത് നമ്മൾ പള്ളിയിൽ ഓതുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ചിന്ത തന്നെയില്ലേ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എൻ്റെ ഷെയ്ഖുനി അതല്ലേ? ഷെയ്ഖുനാൻ്റെ ഷെയ്ഖുനി അതല്ലേ? ഓലൊക്കെ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയല്ലേ? ഓലെന്താ നേര് പറയാത്തത്? എന്താ അവർക്ക് നേരിട്ട് തിരിയാത്തത്? ഓലെന്താ നേര് പറയാത്തത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഒരു കാര്യം പറഞ്ഞ് ലാസ്റ്റത്തെ കാര്യം മനസ്സിലാക്കി കൊടുത്താൽ തൊട്ട് മുന്നിലിരിക്കുന്ന ആൾ പറയാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ, പക്ഷെ ഞമ്മക്കത് പറയാൻ പറ്റൂല. എന്തുകൊണ്ട് പറയാൻ പറ്റൂല? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഇവരാണ് അണ്ണാക്കെന്ന് ഒച്ചുണ്ടാക്കിയാണ്ട് തജ്വീദ് ഖിറാഅത്ത് അനുസരിച്ച് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് ഓതുന്നത്. ഈ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയന്റെ ആൾ ആരെന്നെയാ? ഇവർ തന്നെയാണ്. ഇവർ ഈ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് പറഞ്ഞിട്ട് ചെലവെന്നാൻ പോകുന്നത് പ്രസിഡന്റിന് വരേക്കാണ്. ആ മൈലിലെ ഏറ്റവും വലിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ആ പ്രസിഡന്റാണ്. അത് തിരിച്ചറിയാൻ മൂപ്പർ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ സാറുൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെ തിരഞ്ഞെടുത്താൽ ദുനിയാവിൻ്റെ ആളെ പിന്നെ അതിൻ്റെ ആളായിട്ട് മനസ്സിലാവില്ല. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ഇതൊക്കെ സത്യമാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. എല്ലാ ഏടുകളിലും നിസ്കരിക്കണം നോമ്പ് വിൽക്കണം എന്നില്ല. എല്ലാ ഏടുകളിലും എന്താ ഉള്ളത്? പറയും കുട്ടികളെ നിസ്കാരം നിസ്കരിക്കണേ നോമ്പ് വിൽക്കണേ 25,000 കരയണേ, ഇത് എല്ലാ ഏടുകളിലും ഇല്ല. പറയും പെരുന്നാളിന് 7 തക്ബീർ ഒന്നാമത്തെ റക്അത്തിലും 2ാമത്തെ റക്അത്തിലും 5 തക്ബീർ കെട്ടണേ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേശീയാണെങ്കിലും കെട്ടിപ്പിടിച്ച് പിരിയണേ എന്നൊന്നും ഏടുകളിലില്ല. മധ്യവൈരിയായും വെരി ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുക? ഇത് മുബാറക്കാണ്ട് തമ്മിൽ തന്ത്രൂനെ അവനെ കയ്യ പിടിച്ച് നമ്മൾക്ക് കുലുക്കിയപ്പോൾ പായനെ ഇത്ര വയസ്സായിട്ട് അവൻ്റെ ആരോഗ്യം എപ്പോഴും പോയിട്ടില്ലല്ലോ നമുക്ക് എന്ന് ചിന്തിച്ചാണ് നമ്മൾ കൊടയണത്. മനസ്സിലായില്ലേ? ഇതൊന്നും ഒരേടിലില്ല. എല്ലാ ഏടിലും എന്താ ഉള്ളത്? ബൽ തുസിറൂന ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഇതില്ലാത്ത ഏട് അള്ളാഹു ആകാശത്ത് ഇറക്കിയിട്ടില്ല. ആകാശത്ത് നിന്ന് ഇറക്കിയ എല്ലാ ഏടുകളും എന്താ ഉള്ളത്? നിങ്ങൾ ദുന്യാവിനെ തിരഞ്ഞെടുക്കൂ, എന്നാൽ ആഖിറത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ദുന്യാവിനെ തിരഞ്ഞെടുക്കും. ഖലീലും മിൻ ഇബാദി ശുകൂർ. ആഖിറത്തിനെ തിരഞ്ഞെടുത്തവർ എന്താ പറയുക? എൻ്റെ അടിമകളിൽ എപ്പോഴും വളരെ കുറവായിരിക്കും. നമ്മൾ നിസ്കരിക്കാൻ ചെലവില്ലല്ലോ. നിസ്കരിക്കുന്ന അമേരിക്കക്ക് വല്ല വിരോധമാണ്. നിങ്ങൾ നിസ്കരിക്കുന്നതുകൊണ്ട് അമേരിക്കക്ക് വിരോധമുണ്ടോ? പറയട കുട്ടി, നിങ്ങൾ നിസ്കരിക്കുന്നതുകൊണ്ട് അമേരിക്കക്ക് വലിയ വിരോധമുണ്ടോ? ഇല്ല. ഇപ്പൊ പള്ളി കയറ്റാൻ വേണ്ടി ഇഷ്ടം പോലെ അറബികൾ ദാനം ചെയ്തു. എന്തുകൊണ്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അറബികൾക്ക് സ്വർഗത്തിൽ പോകാൻ പുതിയ? അല്ല, അമേരിക്കൻ താല്പര്യമാണ്. പള്ളി കയറുന്നതിനനുസരിച്ച് മുസ്ലിമീങ്ങൾ ഭിന്നിക്കും. അതിൻ്റെ കൂടെ അല്ല. പള്ളി കൂടിയ മനുഷ്യന്മാർ ഭിന്നിക്കും, പള്ളി കുറഞ്ഞാൽ മനുഷ്യന്മാർ ഒന്നിക്കും. ഇപ്പം നമ്മളെല്ലാവരും 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ്. നമുക്കൊരു പള്ളി ഉള്ളെങ്കിൽ ഞാൻ എന്നെ അഡ്ജസ്റ്റ് ആക്കും, ഇബനെ അഡ്ജസ്റ്റ് ആക്കും, ഞാൻ ഓനെ അഡ്ജസ്റ്റ് ആക്കും, ഓനെ അഡ്ജസ്റ്റ് ആക്കും. എന്തുകൊണ്ട്? ഒരു മൈലിലാണ്. സാരല്ല, മൂപ്പര് കുറച്ച് കുരണ്ണയാണ്, സഹിക്കാം. അതേ സമയത്ത് അറബികൾ പൈസ 2 കിലോ, ഇതിനെ ഓൻ നോക്കേണ്ട ആവശ്യം. മകനെ വിളിച്ചറിഞ്ഞ ഒരു പള്ളിക്ക് പൈസ കിട്ടുമോ നോക്ക്. പള്ളി വെച്ചിട്ട് 10 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ട് നമുക്ക് വേറെ പള്ളി എന്തേ ഇല്ലേ? കേരളത്തിൽ ഭിന്നത മുഴുവൻ ഉണ്ടായത് 970 ശേഷമാണ് പള്ളി ഉണ്ടായതും. ഈ 50 കൊല്ലത്തിനിടയിലാണ് കേരളത്തിൽ ഭിന്നത വന്നത്. പഴയ കാലത്ത് നേരിയ ഭിന്നതയുള്ളൂ, അതിലൊരു പ്രശ്നമില്ല. ഇക്കണ്ട കാണപ്പെട്ട സംഘടനകൾ മുഴുവൻ ഉണ്ടാക്കിയത് മനസ്സിലായില്ല. ഈ കണ്ടു കാണപ്പെട്ട സംഘടനകളെല്ലാം കേരളത്തിൽ, മതസംഘടനകൾ കേരളത്തിൽ വരുന്നത് 970 ശേഷമാണ്. എന്തുകൊണ്ട്? ഒരാളും ഇല്ലെങ്കിൽ പള്ളി കിട്ടും. പിന്നെന്താ വയ്യാറ്? പള്ളി നടത്താൻ വേണ്ടി അതിനും പൈസ തരും. അപ്പോൾ അങ്ങനെ എന്താണ്, കാര്യം പരിസംഖ്യ കൊടുക്കേണ്ടതില്ല. പഴയ കാലത്ത് നെല്ല് വരിയും കൊടുക്കണം, അപ്പം അതും കൊടുക്കണ്ട. 10 റുപ്യ കൊല്ലത്തിൽ കൊടുക്കാൻ മനസ്സിലായിട്ട് എന്നോട് ആലപ്പുഴയിലൊരു പള്ളിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, ആകെ ഞങ്ങൾ ഒരു പൈസ വാങ്ങലില്ല, പെരുന്നാപ്പണം എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ളത് തരണം എന്ന് പറഞ്ഞിട്ട് അത് പറയും. അത് കൊടുക്കാൻ കഴിയാത്ത ഒരുത്തൻ നേരത്തെ തന്നെ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? ജനലിൻ്റെ ഭാഗത്ത് അടിയിൽ ചെരുപ്പ് വെച്ചിട്ട് ജുമാ കഴിഞ്ഞിട്ട് പെരുന്നാപ്പള്ളി കഴിഞ്ഞിട്ട് ജനൽ കൂടി ചാടുന്നത് ഞാൻ കണ്ടു. എത്ര കൊടുക്കണ്ടുള്ളൂ?
10 റുപ്യ അതിനെ കൊടുക്കാൻ പഠിച്ചിട്ട് ഒന്നും കൊടുക്കണ്ട, ഒരു 10 റുപ്യ കൊല്ലത്ത് കൊടുത്താൽ മതി. അവൻ്റെ മനസ്സിന് കഴിയൂല. പിച്ചക്കാരനോടുത്ത വാങ്ങാത്ത പൈസയാണിത്. ഈ പള്ളിക്കുണ്ടല്ലോ ചില ജനവാതിൽ അഴിയില്ലാത്ത ഇങ്ങനെ ഇടും, എന്നിട്ട് തുറന്നാ ഒന്നിച്ച് കാറ്റിന് വരും. വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തൊക്കെ നല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതൊക്കെ? നേരെ അത് വാതിലിന് സമാനമായി നിൽക്കോട് ജനവാതിലുകൾ, അഴിയില്ല. ഇനി ഒരാക്കയിൽ ഇറങ്ങും ചെയ്യാം. എന്തെങ്കിലും പള്ളിയിൽ തീപിടുത്തോ മറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള പഴയ കാലത്തെ എഞ്ചിനീയറിംഗ് ആയിരിക്കും അതൊക്കെ. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികൾ ചാടിപ്പോവും. വാതിൽ കൂടെ പോകേണ്ടയില്ല, നേരെ അങ്ങടി ആടും. ഒരാളിനോട് പറഞ്ഞു കുറച്ച് 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം മുമ്പ്. അപ്പൊ ഒരു മഹലിനെ ക്ഷമിക്കാൻ തയ്യാറാകേണ്ടി വരും. 10 കൊല്ലത്തിനുള്ളിൽ ഒരു പള്ളിയുള്ളൂ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഔലും കൊണ്ടുപോകും. എൻ്റെ വല്യപ്പനോട് പറഞ്ഞു ഔലും കൊണ്ടുപോകും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ. കാരണം ഇത് ഏറ്റി പോകണം. 10 കിലോമീറ്റർ 18 കിലോമീറ്ററിലാണ് എന്തുള്ളത്, ജുമായത്തുള്ളി. അവിടേക്കാണ് ജുമായക്ക് പോവുക. അങ്ങനെ പോകുമ്പോൾ ഔലും കൊണ്ടുപോകണം. എന്തിനാണ്? ഇടക്ക് മയ്യത്തിനെ ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? ഔലും പുഴയിൽ നിന്ന് വെള്ളം കുടിക്കും, പിന്നെ പോവും. സുബൈ നിസ്കരിച്ചാൽ പുറപ്പെടും ജുമായക്ക്. എന്നിട്ട് തന്നെ പുറപ്പെട്ടിട്ട് എത്തിയപ്പോഴത്തേന് ഒരു കൂട്ടക്കാർ ചെന്നപ്പോൾ അവിടെ ജുമായ തുടങ്ങി. അപ്പോൾ പിന്നെ ഇവിടെ ജുമായ എത്തി തുടങ്ങാൻ ഉത്തരവായി പിറ്റത്തെ മാസം ആഴ്ച. അങ്ങനെയൊക്കെ താരീഖുണ്ട്. മനസ്സിലായി പറഞ്ഞ. അപ്പൊ ജുമാഅത്ത് പള്ളി ഇല്ല. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടില്ല? ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സൗകര്യമൊന്നും ആ കാലത്ത് ഇല്ല. പിന്നെ യഥേഷ്ടം അറബികൾ പള്ളികൾ കൊടുത്തു. എല്ലാ വൻകരകളിലേക്കും വഹാബിസം കയറ്റിവിട്ടു. എല്ലാ നാടുകളിലേക്കും പള്ളി ഉണ്ടാക്കാനുള്ള പൈസ അറബികൾ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടായി? ഭിന്നത വന്നു. പണ്ട് ഭിന്നതല്ല, അഡ്ജസ്റ്റ് ചെയ്യും. എത്ര കൊരനെയാണെങ്കിലും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഇമാമിൻ്റെ ഓത്ത് ക്ലിയർ ഇല്ലെങ്കിൽ അപ്പുറത്ത് പോയി. മറ്റ് ഇമാമിൻ്റെ ഓത്ത് ക്ലിയർ ഇല്ല എന്നുള്ളത് ആരും അറിയണേ ഇല്ല. എന്തുകൊണ്ട്? അപ്പം കേൾക്കുക, ആരും അറിഞ്ഞ കേൾക്കില്ല. ഒരു 3 കാരണവന്മാരാണ് പള്ളി ഭരിക്കുക. അതിൽ ഏത് മൂല്യമാണെങ്കിൽ ഏത് കറകറാൻ്റെ ഓത്താണെങ്കിലും അത് മതി നമുക്ക്. ക്ഷമിച്ചു. അലൈക്കും കേട്ടനുസരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ്. മുത്തുനബി പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അറബികളെ കയ്യിൽ നിന്ന് പള്ളി പൈസ വന്നപ്പോൾ ഒരിപ്പോ എന്തില്ല. ഇപ്പൊ ഒരു ബാങ്കിന് ഉത്തരം കൊടുക്കാൻ കഴിയൂല. ഇപ്പൊ എൻ്റെ അടുത്ത് ഇരുന്ന് 3 ആൾ ചിരിക്ക. ഇപ്പൊ ഞാൻ ബാങ്ക് കൊടുത്തു, വർത്താനം പറഞ്ഞിട്ട് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പോൾ വർത്താനം നിർത്തി, ബാങ്കിന് ഉത്തരം കൊടുക്കാണ്. അത് കഴിഞ്ഞ് പൗതിയായപ്പോൾ അടുത്ത ബാങ്ക് കൊടുത്തു. അപ്പൊ ഈ ഉത്തരം കൊടുക്കാൻ നിർത്തിയിട്ട് അതിനേക്കാൾ ഒച്ചയില്ല മറ്റത്, അതിന് ഉത്തരം കൊടുത്തു. അതും പൗതിയായപ്പോഴത്തേന്. അപ്പൊ ഈ ചെറുപ്പക്കാർ യുവാക്കൾ ചിരി തുടങ്ങി. അതായത് ഓരൊരു കൺഫ്യൂഷനായ ദീനിലെപ്പോഴുള്ളത് ഏത് ബാങ്കിനെ ഉത്തരം കൊടുക്കേണ്ടത് അവർക്ക് അറിയില്ല. ഇത് പണ്ട് ബാങ്ക് കേൾക്കണമെങ്കിൽ ശരിക്ക് ചെവി കൊടുത്ത് വെക്കണം. എൻ്റെ കുട്ടിക്കാലത്ത് ബാങ്കിന് മുമ്പ് കതിന പൊട്ടിക്കും, നഗരടിക്കും, നഗരം മുട്ടും. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഓർമ്മ? നോമ്പിന് മാത്രല്ലടോ, വക്തിന് നഗരം മുട്ടും. നഗാരൻ്റെ ശബ്ദം കേട്ടവർക്ക് കൈവക്കാം അല്ലേ? കൊണ്ടുകൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, കുമ്പക്ക വിളിക്കണ്ടായിരുന്നു. എനിക്കറിയാ. നോമ്പറൊക്കെ ഇടക്കരങ്ങാടിയിലുണ്ടായിരുന്നു. കതിനെ ഒട്ടിച്ച് അതാണ് ചെയ്യുക. കതിനെ പൊട്ടിയാൽ ഉമ്മ ചോദിക്കും, പുറത്തിറങ്ങിക്കുക കതിനെ ഒച്ചിട്ടുണ്ടോ, അപ്പോഴാണ് മുമ്പ് ഓർക്കാം. ചില ആളുകൾ അങ്ങനെ ചെയ്യും, ചില മാർഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ബാങ്ക് കൊടുത്താൽ കാരക്കും പിടിച്ച് നിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വാങ്ങാണോ? അതിന് ഓന്റെ ബാങ്ക് എടുക്കണം, എന്നിട്ടാണ് കാരക്ക തിന്നാണ്. ഇതിപ്പോ കാരക്കണ്ട് പള്ള നിറച്ച്. പണ്ട് കാലത്ത് കാരക്കല്ല, എന്നാലും ബാങ്ക് കേട്ട ചെവിടുകൾക്ക് ഒരു ബാങ്ക് കേട്ടെങ്കിലായി. എന്നാ അവിടുന്ന് ഇപ്പം തന്നെ പറഞ്ഞല്ലോ, എനിക്കിൻ്റെ മാലിൽ ചുരുങ്ങിയത് 15 ബാങ്ക് കിട്ടും. പേര് ബാങ്ക് ഒരു കുഗ്രാമത്തിലപ്പോൾ 15 ബാങ്ക് ഒരു കുഗ്രാമത്തിൽ. ഒന്നീ നോമ്പ് എങ്ങനെ തുറക്കും? നിങ്ങളിതൊന്ന് ആലോചിക്ക്. നോമ്പ് നോൽക്കൽ സുഖാണ്, നോമ്പ് മുറിക്കാൻ ഇടങ്ങാറാണ്. മുറിഞ്ഞിട്ടില്ല. കാലം ബാങ്കാണ് കൊടുക്കുമ്പോൾ 10-15 മിനിറ്റാണ് കഴിയും.
ഇതൊക്കെ ഇവിടെ അറബികളെ പള്ളി കൊണ്ടുണ്ടായതാണ്. അറബികൾ മനസ്സിലായില്ലേ? അറബികൾ നശിച്ച കാലത്താണ് അറബികൾക്ക് ഈ പൈസ കിട്ടിയത്. പണ്ടില്ല. പണ്ട് ഇവിടുന്ന് ഹജ്ജിന് പോയെന്നവരെ ഇരക്കണം ഒരു. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞ ഒരു മുതലൊരുക്ക് കിട്ടി. അത് യൂറോപ്പിൽ അവർക്ക് എടുത്തെടുത്തു. ഭൂമിയെ ചൂഷണം ചെയ്യാൻ അറബികളും പഠിച്ചു. പാടില്ലാത്ത മുതൽ പാടില്ലാത്ത മുതലാണ്. സാമൂഹികമായി പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് ഇനി അതിൽ നിർവാഹമില്ല. ഒരു കാര്യം പാടില്ല എന്നതാണ് അതിന് സാമൂഹികമായ സാഹചര്യം നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അടിസ്ഥാനമായി എടുക്കാൻ പാടില്ലാത്തായിരുന്നു, അത്രയേ ഉള്ളൂ. ആ മുതലെടുത്തു. ആ മുതലെടുത്തപ്പോൾ ശൈത്താനിയത്തിന് പൈസ കിട്ടി. അത് ദജ്ജാലിന്റെ പൈസയാണ്. ആ ദജ്ജാലിന്റെ പൈസ വന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായി. പണ്ടൊരു സമ്മേളനമേ ഉള്ളൂ, ഒരു പള്ളിയേ ഉള്ളൂ, ഒരു ജുമഅയേ ഉള്ളൂ, ഒരു രാഷ്ട്രീയ സംഘടനയേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് 2 രാഷ്ട്രീയ സംഘടന ഇല്ല. വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞിട്ട് പള്ളിയിലെ മുത്തവല്ലി എണീറ്റുന്ന് ലീഗിൻ്റെ സമ്മേളനം ഉണ്ട് ഞായറാഴ്ച കോഴിക്കോട്ട്, എല്ലാവരും ഉച്ചക്ക് വണ്ടി കയറണം എന്ന് പറഞ്ഞ് ഇന്ത്യ ചവിട്ടിൽ കേട്ടിട്ടുണ്ട്. അല്ലാഹു മഷ്ഹദ്, അള്ളാഹു സാക്ഷിയാണ് ഈ പറയുന്നത്. പള്ളിയിൽ നിന്ന് മുത്തവല്ലി പറയാ, എന്ത് പറയാ? ജുമഅ കൂടി ആളുന്ന കോഴിക്കോട് സമ്മേളനം ഉണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇന്നിപ്പോൾ സമസ്താൻ സമ്മേളനം പറയാൻ പറ്റൂല. എന്തുകൊണ്ട് പറയാൻ പറ്റൂല? എന്തുകൊണ്ട്? പല ആളുകളുണ്ട് ആ കുതിരക്കുണ്ട്. അങ്ങനെ പറയുന്നത് നമ്മൾ അടുത്ത ആഴ്ച ഉണ്ട്. നിങ്ങളെ 100-ാം വർഷം നാളെയാണെങ്കിൽ നമ്മളെ 100-ാം വർഷം മറ്റന്നാളാണ് നാവും പറയണം. ഇതൊക്കെ അറബികളെ പൈസ വന്നപ്പോൾ ഉണ്ടായിട്ടാണ്. അറബികൾക്കോ ഗുണകരമല്ലാത്ത പണം കിട്ടി. അവരോ ഒരു ഇസ്രായേലിൻ്റെ അടിമകളായി അവർ യൂറോപ്പ് വെട്ടിക്കൊടുത്താണ് അവർ പിരിക്കുന്നത്. അത് പറഞ്ഞാൽ ഞങ്ങളെ മയലിന്ന് പുറത്താക്കും, സംഘടന ഏതായാലും പുറത്താക്കും. കാരണം സംഘടനയുടെ ഊർജ്ജം മുഴുവൻ എന്താണ്? അവർ റവന്യൂ, അറബികളെ പൈസയാണ്. അതാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിച്ചു. അവരുടെ ചെരുപ്പിന് നിങ്ങൾ ചെരുപ്പൊപ്പിക്കും എന്ന് പറഞ്ഞാൽ അവരെ പോലെ നിങ്ങളും ആകും. അവര് ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങൾ ഉടുമ്പിന്റെ മാളത്തിലേക്ക് ഓടും. ബർനാൻഷനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നബി മഹാനാണെന്ന് ആര് പറയണം? ബർനാൻഷ പറയണം. ഗസാലി മാമ മഹാനായെന്ന് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നുകൊണ്ട് യൂറോപ്പ് പറയുന്നുണ്ട് ഗസാലി വലിയ മഹാനാണ്. അതുകൊണ്ട് നമ്മൾ ഗസാലിയെ പഠിക്കും. ഏത് ഭാഷയെ പഠിക്കും? യൂറോപ്യൻ താല്പര്യത്തിൽ പഠിക്കും. അതിനപ്പുറം ഒരു ആത്മീയമായ ഗസാലി നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ശാസ്ത്രങ്ങളുടെ മുഴുവനും മുകളിൽ സഞ്ചരിച്ച ഒരു ഗസാലിയെ മാത്രമേ ആർക്ക് പരിചയമുള്ളൂ? യൂറോപ്പിന് പരിചയമുള്ളൂ. അങ്ങനത്തെ ഗസാലി നമ്മൾ പരിചയപ്പെടുള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞത്. പണ്ഡിതന്മാർ അവസാന കാലമാകുമ്പോൾ പണ്ഡിതന്മാർ നരകത്തിന്റെ പ്രബോധകരായിരിക്കുമെന്ന് ഇമാം ഗസാലി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ ഏറിയ കൂറും സമൂഹത്തെ പിഴപ്പിക്കുന്ന കാര്യത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കിയാൽ പിശാചിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആയിരിക്കുമെന്ന് ഗസാലി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ എടുക്കൂല. കാരണം ആ ഒരു ഭാഷയിൽ യൂറോപ്പ് ഗസാലിയെ പരിചയപ്പെടുത്തിയിട്ടില്ല. നമുക്ക് യൂറോപ്പിൽ പരിചയപ്പെടുത്തിയ ഗസാലി ആവശ്യമുണ്ടാവും. അതാണ് യൂറോപ്യൻ റെനൈസൻസ് നമ്മളെ ബാധിച്ചു. അപ്പോൾ റൈസ് ഓഫ് വെസ്റ്റേൺ ഒരു റൈസ്, മനസ്സിലായില്ലേ? ഒരു പടിഞ്ഞാറൻ സൂര്യോദയം സ്പിരിച്വലായി ഇപ്പോൾ തന്നെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു.